ഹായ് എവ്രി വൺ, മൈ നെയിം ഇസ് വർഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലേഡി സ്പെഷ്യൽ ടോക്കാണ്. നമ്മൾ പെൺകുട്ടികളുടെ മെൻ്റലി നമ്മൾ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്ട്രോങ് ആയിരിക്കേണ്ട ആവശ്യം എന്താണെന്ന് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ലേഡീസ് ടോക്കിന് കാരണം എന്ന് പറയാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൾക്ക് 30 വയസ്സോളം ഉണ്ട്. 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 20ാമത്തെ വയസ്സിൽ ആദ്യത്തെ കുട്ടിയുണ്ടായി. 22ാമത്തെ വയസ്സിൽ രണ്ടാമത്തെ കുട്ടീനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവളുടെ ഹസ്ബൻഡ് മരിച്ചു. അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു. ഭാര്യേനെയും മക്കളെയും കുടുംബത്തെയൊക്കെ നല്ലോണം നോക്കുന്ന, നല്ലോണം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷെ അതിന് ശേഷം അവളുടെ ലൈഫെന്ന് വളരെ സ്ട്രഗിളായിരുന്നു. അവൾക്ക് +2 വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ ജോലിയെക്കുറിച്ചോ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. മക്കൾ, കുടുംബം, ഭർത്താവ് എന്നുള്ളൊരു സന്തോഷകരമായുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വേർപാട് അവളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസാണ് ക്രിയേറ്റ് ചെയ്തത്. അന്ന് അവളുടെ അച്ഛനമ്മയും വിഷമിച്ചൊരു കാര്യം, അവർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അവർ പറഞ്ഞത്, ഞങ്ങളുടെ മോളെ പഠിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചിരുന്നെങ്കിൽ, ഇന്ന് അവൾക്കൊരു ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൾക്കൊരു കൈത്തൊഴിലെങ്കിലും പഠിപ്പിച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഞങ്ങളുടെ മോൾ ഇത്രയും കഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഞങ്ങളുടെ മോൾ നല്ല രീതിയിൽ ജീവിച്ചേനെ എന്നവർ പറഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെറ്റ് ബാക്ക്സ് വരാം. അന്ന് അവളുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരു നിമിഷം, അല്ലെങ്കിൽ അവൾ അവിടെ നിന്ന് ഇന്നിപ്പോൾ സ്വന്തമായിട്ട് അവൾ ഒരു തയ്യൽ യൂണിറ്റ് ഉണ്ട്, 3-4 ചേച്ചിമാർ കൂടെയുണ്ട്. അന്ന് അവിടെ നിന്ന് അവൾ ഉയർത്തെഴുന്നേറ്റ് വന്നത് അവളുടെ മനസ്സിൻ്റെ കരുത്ത് കൊണ്ട് മാത്രമാണ്. നമ്മളുടെ പെൺകുട്ടികൾക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നൽകി, അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരു വഴി ഒരുക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം. ഇനി നിങ്ങളെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിൽ വേറെ ആരുടെയും സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ധാരാളം. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ തിരിച്ചറിവുകൾ വന്ന് നമ്മൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കുമ്പോഴും, നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ താന്തോന്നി, തന്നിഷ്ടക്കാരി, അഹങ്കാരി എന്നുള്ള നാട്ടിലില്ലാത്ത എല്ലാ പേരും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരും. അതൊക്കെ സാരമില്ല. കാരണം എന്താണെന്നറിയോ, നമ്മളെല്ലാവരെയും സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ച് എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവർക്കും വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ അതിനൊരു അപ്രീഷിയേഷനോ ഒരു താങ്ക്സോ നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് പലപ്പോഴും പലരുടെയും ലൈഫിൽ ഒരു സെറ്റ് ബാക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു റെസ്പോൺസിബിളായിട്ടുള്ളൊരു ഹസ്ബൻഡ് അല്ല, ഇറസ്പോൺസിബിളാണ്, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നില്ല, വീട്ടുകാര്യങ്ങൾ നോക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും സ്ത്രീയുടെ തലയിൽ തന്നെയാണെങ്കിൽ പിന്നെ അവൾക്ക് അവിടെ നിൽക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് 1 ചാൻസ് കൊടുത്തു, 2 ചാൻസ് കൊടുത്തു, 3 ചാൻസ് കൊടുത്തു, എന്നിട്ടും അദ്ദേഹം നന്നാവുന്നില്ലെങ്കിൽ പിന്നെ ആ സ്ത്രീ എന്ത് ചെയ്യും? അപ്പോൾ പലപ്പോഴും പല പെൺകുട്ടികളും അവിടെ നിന്ന് ആ ബന്ധം ഏർപ്പെടുത്തി തിരിച്ചു വരും. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവോഴ്സായ പെൺകുട്ടികൾ, അവർക്കൊരു വിലയില്ല എന്നല്ല, ഒരുപാട് കുത്തുവാക്കുകളുണ്ട്. ഇനി ആ കുത്തുവാക്കുകളെയൊക്കെ തകർത്ത് പെൺകുട്ടികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൾക്കില്ലാത്ത പേരുകളുണ്ടാവില്ല. അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുന്ന ടാഗുകളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ നിന്നാൽ പിന്നെ നിങ്ങൾ എവിടെ എത്തില്ല. അതേസമയം നമുക്ക് ആരെന്തു പറഞ്ഞാലും ശരി, നമ്മുടെ ലൈഫ് ഹാപ്പി ആയിരിക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ജീവിച്ചിരിക്കണോ, കുട്ടികളുണ്ടോ? പലപ്പോഴും പല അമ്മമാരും പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്നത്, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യുന്നത്, തിരിച്ചു പോകാൻ അവർക്കൊരു വഴിയില്ല. തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കാൻ അവരുടെ വീട്ടുകാർ പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് പലപ്പോഴും പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്നത്. നമ്മളുടെ പെൺകുട്ടികൾ മെൻ്റലി സ്ട്രോങ് ആവേണ്ടതും അവർക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളുടെ ചുറ്റും സ്വപ്നങ്ങൾ, ഒരുപാട് ബിസിനസ് ഐഡിയകളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട്, പഠിക്കാനായാലും അവരുടേതായ ബിസിനസ്സുകളായാലും നല്ല നല്ല ഐഡിയാസുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. നാട്ടുകാരെ പറയുന്ന കേട്ട് എല്ലാവരും സന്തോഷിപ്പിച്ച് നാണം കുടുങ്ങിയായിട്ട് നടന്നിരുന്ന പെൺകുട്ടികൾ പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടായി അവരുടെ ലൈഫിനും അവരുടെ ഫ്യൂച്ചറിനും വേണ്ടിയിട്ട് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും സ്വയം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പരമാവധി പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് ചീത്തകളും ഒരുപാട് ഒബ്സ്റ്റക്കിൾസിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്.
പക്ഷേ ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ, അത് സാധാരണക്കാരായിക്കോട്ടെ, നമ്മളുടെ ചുറ്റിലും നോക്കിയാൽ മതി. നമ്മൾ സെലിബ്രിറ്റീസിനും മറ്റുള്ളവരെ ഒന്നും നോക്കണ്ട, നമ്മളുടെ ചുറ്റും നോക്കിയാൽ മതി. എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ അതിനെയൊക്കെ ചാടി കടന്നിട്ടുള്ള ഒരുപാട് നല്ല നല്ല അമ്മമാരും നല്ല നല്ല സ്ത്രീകളും നല്ല നല്ല പെൺകുട്ടികളും, സ്ട്രോങ് ആയിട്ടുള്ള പെൺകുട്ടികളും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും സ്ട്രഗിൾസ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ റോൾ മോഡലാക്കേണ്ടത് അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ട് ഇമോഷണലി, ഫിസിക്കലി, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളെയാണ് നമ്മൾ റോൾ മോഡലാക്കേണ്ടത്. അവരെ കണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടത്. പലപ്പോഴും മറ്റുള്ള സ്ത്രീകൾ കൂടുമ്പോൾ അവർ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ കുട്ടികളുടെ കുറ്റങ്ങൾ പറയുകയോ അല്ലെങ്കിൽ സാരിയുടെ കളർ പറയുകയോ ഫാഷൻ സെൻസിനെ കുറിച്ച് പറയുകയോ, ഇതൊക്കെ സംഭവം ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ലൈഫ് ഓക്കെ ആയാൽ പോരാ. നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ ജീവിക്കണം. എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അച്ഛനെയോ അമ്മേനെയോ ആങ്ങളേനെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ മക്കളെയോ ഒന്നും, എല്ലാവരെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ആളുകളല്ല നമ്മൾ. നമ്മുടെ ലൈഫിൽ നമുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോൾ മോഡലാക്കേണ്ടത് ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസിനെയാണ്. അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുക. നമുക്കൊരു എത്തിക്സ് ഉണ്ടാവുക. നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ ഹെൽത്തിന് വേണ്ടിയിട്ടും നമ്മൾ നന്നായിട്ട് പണിയെടുത്തേ പറ്റൂ. അതേസമയം നമ്മൾ അല്ല സാരമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ മോനുണ്ട്, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ആങ്ങളുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ലൈഫിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ അവരിത് കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അതേസമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട്, മറ്റുള്ളവരുടെ ലൈഫിൽ മാറ്റം വരുത്താനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം നല്ലതാക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവാനും ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. എന്തൊക്കെ വന്നാലും ശരി, ഞാനത് നേടിയിട്ടേ അടങ്ങൂ എന്നൊരു ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഒരാൾക്ക് നിങ്ങളെ തടയാൻ പറ്റില്ല. പലപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ വരെ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം ഏറ്റവും കൂടുതൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബന്ധുക്കൾ തന്നെയായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും അവരുടെ ഡീമോട്ടിവേഷനിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിരിക്കും. അവരെന്താണോ നമ്മളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം അവർ ചെയ്തിട്ട് പോകും. പക്ഷെ നമ്മുടെ ലൈഫിൽ അവിടെ നിന്ന് പോകും. എപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ നിന്ന് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക, ഇതല്ല എൻ്റെ ലൈഫ്, ഇങ്ങനെയല്ല എൻ്റെ ലൈഫ്, ഞാൻ സ്വപ്നം കാണുന്ന ജീവിതം ഇങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ ലൈഫിനെക്കുറിച്ചും ഒരു ലക്ഷ്യം ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കുക. ഒരുപക്ഷെ നമ്മൾ എല്ലാ കാര്യമൊന്നും ചിലപ്പോൾ നമുക്ക് എല്ലാവരോടൊന്നും പറയാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ നാവ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓവർ ഷെയറിങ്, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെന്ന് എല്ലാവരോടും പറയും. അപ്പോൾ എന്താ ഉണ്ടാവുക, നമ്മളുടെ ചേച്ചിമാരാണ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരാണ്, നമ്മളുടെ കുടുംബക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സാണെന്ന് വെച്ചിട്ട് നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. പക്ഷേ ആ ഷെയർ ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ ചില ആളുകൾ 0.5% ആളുകൾ മാത്രമായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെ സഹായിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ അത് കുത്തി നോവിക്കാനും വീണ്ടും വീണ്ടും നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന പാസ്റ്റിനെ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചോ, പാസ്റ്റിൽ നടന്നതെല്ലാം പാസ്റ്റ്, അത് വിട്ടുകളത്. ഇനി അത് നിങ്ങളെക്കൊണ്ട് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക, നല്ല നല്ല ശീലങ്ങൾ കൊണ്ടുവരിക. നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു 2-3 വർഷം നമ്മുടെ ലൈഫിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടാലേ ചിലപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റുള്ളൂ. ക്ഷമയുണ്ടായിരിക്കുക, പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇറ്റ്സ് മീ വർഷ സൈനിങ് ഓഫ്.